ഹലോ! അങ്ങനെ മൗനരാഗം പുതിയ പ്രമോല് നമ്മുടെ സ്റ്റെഫി കിരണിനെ കണ്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുവാണ്. നിന്റെയൊക്കെ വിധി നിശ്ചയിക്കുന്നത് ഈ ഞാൻ തന്നാടാ. ഒരു പെണ്ണിന്റെ പക വളർന്നാൽ അത് എത്രത്തോളം ദൂഷ്യമാണെന്ന് നീ അറിയോടാ. നിന്നെയൊക്കെ ഞാൻ ഇല്ലാതാക്കിയിരിക്കോടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിരണിനെ നമ്മുടെ സ്റ്റെഫി ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുകയാണേ. അപ്പൊ നമ്മുടെ കിരൺ പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുക്കുന്നില്ലേ. പിന്നെ നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ചാൽ അപ്പുറത്ത് നടക്കുന്ന ഒരു സീൻ എന്ന് വെച്ചാൽ നമ്മുടെ കിരണിന്റെ വീട്ടിൽ ആ തെങ്ങിൻ തൈയുടെ അടിയില് ഗംഗപ്രസാദിന്റെ ബോഡി ഇട്ടിരുന്നല്ലോ. അവിടെ കൃത്യമായിട്ട് നമ്മുടെ പോലീസ് സംഘം വന്ന് ആ ഒരു തെങ്ങും തൈയെടുത്ത് മാറ്റി അവിടെ ചെകഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വേലുവും രതീഷും ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നുണ്ട്. ബോഡി ഇപ്പൊ കിട്ടും, എല്ലാം പണി പാളി, ഇനി എന്താ പറയാ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ കിരൺ ആ സമയത്ത് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവര് തെരഞ്ഞ് കുറേ കുഴിയായിട്ടോ. അപ്പൊ നമ്മുടെ കിരൺ അവിടെ വന്നിട്ട് ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്, നമ്മുടെ കിരൺ പണ്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ബോഡി അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടാകും. അത് നമ്മുടെ വേലുവിനെയും രതീഷിനെയും പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര ബുദ്ധിപരമായിട്ട് ചെയ്ത ഒരു കാര്യം അല്ലേ. എന്തായാലും കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.